നമസ്കാരം എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മുടെ ഡിഷ് ഒരു കൂർക്ക മെഴുക്കുപുരട്ടി അല്ലെങ്കിൽ കൂർക്ക ഉപ്പേരി. കൂർക്ക മെഴുക്കുപുരട്ടി എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ അത് വൃത്തിയാക്കിയെടുക്കാനുള്ള പാട് ഓർക്കുമ്പോൾ പലരും അതങ്ങ് വിട്ടുകളയുകയാണ് ചെയ്യുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ കൂർക്ക വൃത്തിയാക്കിയെടുക്കാൻ ഏറ്റവും എളുപ്പ വഴി കയ്യിൽ 2 ഗ്ലൗസ് ഇടുക, പെട്ടെന്ന് തന്നെ കൂർക്കയുടെ തൊലി കളയുക, അത് വൃത്തിയാക്കിയെടുക്കുക. നമ്മൾ ഈ കൂർക്ക ഒരു കവറിലിട്ട് നിലത്ത് തല്ലിയാലും വെള്ളത്തിൽ കുതിർത്തിട്ടാലും വീണ്ടും അതിൻ്റെ തൊലി നമുക്ക് ചുരണ്ടി മാറ്റിയേ പറ്റൂ. അപ്പോൾ ആ സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഗ്ലൗസ് ഇട്ട് വേഗം തന്നെ ഇത് വൃത്തിയാക്കി എടുക്കാം. വെജിറ്റേറിയൻസിന് കൂർക്ക മെഴുക്കുപുരട്ടി മാത്രം എടുത്ത് കഴിക്കാം, പക്ഷേ ഞാൻ ഇന്ന് ഇതിലേക്ക് കുറച്ച് ഉണക്ക കൊഞ്ച് ചേർക്കുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് ഉണക്ക കൊഞ്ചും കൂർക്കയും കൂടെ മെഴുക്കുപുരട്ടി എടുക്കുന്നത്. ചോറുണ്ണാനൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കുപുരട്ടിയാണ്. അപ്പോൾ നമുക്കിനി വേഗം ഡിഷ് പ്രിപ്പറേഷനിലേക്ക് പോകാം. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റും ലൈക്സും ഒക്കെ അറിയിക്കാനും മറക്കരുത്. വൃത്തിയാക്കി നീളത്തിൽ അരിഞ്ഞെടുത്ത കൂർക്കയാണിത്. ഇത് ഞാൻ കുറച്ച് വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ കളർ പെട്ടെന്ന് ചേഞ്ച് ആവും. നമുക്കിതിനി ഒരു പാനിലേക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതിലേക്ക് ഞാനൊരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നീട് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നീട് ഒരു ടീസ്പൂൺ ഉപ്പ്, ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാൻ വെക്കാം. കൂർക്ക മെഴുക്കുപുരട്ടിക്ക് എപ്പോഴും കൊച്ചുള്ളി ചേർക്കുന്നതാണ് രുചി കൂടുതൽ. ഇനി നിങ്ങൾക്കതൊന്നും വൃത്തിയാക്കാനുള്ള സമയമില്ലെങ്കിൽ നമുക്കിപ്പോൾ സവാള ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഇതൊരു 10-15 വലിയ ചുമന്നുള്ളിയാണ്, ഒരു 2 ചുമന്ന ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നല്ലതുപോലെ ചതച്ചെടുക്കാം. തലയും വാലും ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്ക കൊഞ്ചാണിത്. ഇതൊരു പാനിലിട്ടിട്ടൊന്ന് എണ്ണയൊന്നും ഒഴിക്കാതെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം, കരിഞ്ഞു പോകാതെ. അതിലൊരു 10-15 കൊഞ്ച് നമുക്കൊന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. ബാക്കി ഭാഗം ഇതുപോലെ തന്നെ നമുക്ക് മാറ്റിവെക്കാം. ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ പീസ് കുടംപുളി വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ ഈ ഉണക്ക കൊഞ്ചും കടൽ വിഭവങ്ങളൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഇടുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ കൂർക്ക ഇനി നമുക്ക് ഉലർത്തിയെടുക്കാം. ഇതിപ്പോൾ നല്ലതായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ ഒരു പാനിലേക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ ഉള്ളിയുടെ ആ മിക്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളിയുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ആ പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ കൊഞ്ചിൻ്റെ ആ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ചെറിയ തീയിൽ ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. ചുമന്നുള്ളിയും ആ ഉണക്കമുളകും കൊഞ്ചിൻ്റെ പൊടിയൊക്കെ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മൂത്ത് വരുന്നതിൻ്റെ ഒരു നല്ല മണം വരുന്നുണ്ട്. ഉള്ളിയൊക്കെ ചെറിയ ബ്രൗൺ നിറമായിട്ട് വന്നു. നമുക്കിനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കൂർക്ക ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന നമ്മുടെ ആ കുടംപുളിയും അതിലുള്ള ആ വെള്ളവും കൂടെ നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതൊരു ചെറിയ തീയിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് നല്ലതുപോലെ തുറന്നു വെച്ച് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. കൂർക്ക ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് തുടങ്ങി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ ഉണക്ക കൊഞ്ചും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഫ്രഷ് കറിവേപ്പില, ഞാനൊന്ന് ഉപ്പ് നോക്കിയിരുന്നു, കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഞാനൊരു 3/4 ടീസ്പൂൺ ഉപ്പും, ഇത് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ഫ്രഷായിട്ട് പൊടിച്ചത്, അതും കൂടെ ചേർത്ത് ഇനി നമ്മൾക്കിത് നല്ലതുപോലെ ഇളക്കി ഒന്ന് മൊരിച്ചെടുക്കാം. നമ്മുടെ കൂർക്ക മെഴുക്കുപുരട്ടി നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. കൊച്ചുള്ളിയൊക്കെ നല്ലതുപോലെ കൂർക്കയിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഡിഷ് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൺ.